ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ലേൺ വിത്ത് മീയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് കേരള നവോത്ഥാനം വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റിയിട്ടാണ്. 1873 ഡിസംബർ 28 തിരുവനന്തപുരം ചിറൻകീഴ് താലൂക്കിൽ വക്കം എന്ന സ്ഥലത്ത് പുന്ത്രൻ വിളാകം വീട്ടിൽ മുഹമ്മദ് കുഞ്ഞിൻ്റെയും ഹാഷ് ബീവിയുടെയും മകനായി ജനിച്ചു. 1932 ഒക്ടോബർ 31 അദ്ദേഹം അന്തരിച്ചത്. 1906 ഇദ്ദേഹം ആരംഭിച്ച മലയാളം മാസികയാണ് മുസ്ലിം. 1918 അറബി മലയാളം മാസികയാണ് അൽ ഇസ്ലാം. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിങ്ങിൻ്റെ സ്ഥാപകനാണ് ഇദ്ദേഹം. 1931 സ്ഥാപിച്ചത്. അതുപോലെ 1931 അദ്ദേഹം ആരംഭിച്ച മാസികയാണ് ദീപിക. മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ്റെ മലയാളം പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസികയാണ് ദീപിക. സ്വദേശാഭിമാനി പത്ര സ്ഥാപകനാണ്. ഇത് ആരംഭിച്ച വർഷം 1905 ജനുവരി 19. 5 തെങ്ങിലാണ് ഇതിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഇതിൻ്റെ ആപ്തവാക്യം ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തില്ലൊരു നാടിനെ. ആദ്യ എഡിറ്റർ CP ഗോവിന്ദപിള്ള. രാമകൃഷ്ണപിള്ള എഡിറ്ററായ വർഷം 1906. തിരുവിതാംകൂർ സർക്കാരിനെയും ദിവാനായ P രാജഗോപാലാചാരിയെയും വിമർശിച്ചതിൻ്റെ പേരിൽ സ്വദേശാഭിമാനി പത്രം നിഷേധിച്ചത് 1910 സെപ്റ്റംബർ 26. അതിലൂടെ എൻ്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിനാണ് പത്രവും അച്ചടിശാലയും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ് പറയുന്നത്. അൽ ഇസ്ലാം മാസിക ആരംഭിച്ചത് വക്കം മൗലവി. അൽ അമീൻ പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. അൽ ഹിലാൽ പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ദാവൂസ് ദാഹ്, ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം, ഇസ്ലാമിക സന്ദേശം, സൂറത്തുൽ ഫാത്തിഹ. അത് ഇത്രയേ ഉള്ളൂ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇദ്ദേഹത്തെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻസായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.